അടിയന്തരാവസ്ഥ കാലത്തെ ജയിലുകൾ, പോലീസ് ലോക്കപ്പുകൾ ഒക്കെ ക്രൂരമായ മർദ്ദനത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉരുട്ടൽ പോലുള്ള മർദ്ദനമുറകൾ അരങ്ങേറിയിരുന്ന കാലം, രാജൻ മരിച്ച കാലം, മാഷ്ക്ക് തല്ലുകൊണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ലോക്കപ്പിൽ കിടന്നവർ എന്നോട് അത്ര വളരെ മോശമായിട്ടൊന്നും പെരുമാറിയില്ല ലോക്കപ്പിൽ. അപ്പം നമ്മളെ ഭാഗത്തു നിന്നും പിന്നെ അത്ര ഒരു ഭയപ്പെടുന്നതിൻ്റെതായ രീതികളല്ല നമ്മൾ കാണിക്കുന്നത്. നമ്മൾ കുറച്ച് സ്ട്രോങ് ആണ്. ആ കാലഘട്ടത്തിൽ ഒരു ആത്മവീര്യമുണ്ട്. പോലീസുകാരെന്തെങ്കിലും പറഞ്ഞാൽ പോലീസുകാരോട് തിരിച്ച് പറയുകയാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരെന്നെ അരിഞ്ഞ് തല്ലിയിട്ടൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ആലപ്പുഴ. അവിടുന്ന് അത് ആലപ്പുഴ സബ് ജയിലിലേക്ക് തന്നെ റിമാൻഡ് ചെയ്തു. അവിടെ കിടക്കുമ്പോൾ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിഷേധിക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. തല്ലൊന്നും കൊണ്ട് ചില പ്രത്യേക കേസുകൾ വരുമ്പോൾ നക്സലുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യം ചെയ്യാനൊന്നുമില്ല എന്നെ, എന്നെ തെളിയിക്കാനൊന്നുമില്ല. ഞാനാ എഴുതിയ കവിത ഞാനാ എഴുതിയെന്ന് സമ്മതിച്ചു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്നിൽ നിന്നൊന്നും അവർക്ക് ചോർത്തിയെടുക്കാനില്ല. കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ തന്ന കുറ്റപത്രം, അതിൽ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ, അതൊക്കെ ഓർമ്മയുണ്ടോ? അതേ കുറ്റപത്രത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, ജനാധികാര വിളക്ക് രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ആത്മഗാഥ എന്ന പദ്യത്തിലെഴുതിയ എം കൃഷ്ണൻകുട്ടിയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് കുറ്റപത്രം. അതിൻ്റെ ആ ഒരു ക്രൈം നമ്പർ 376/76 എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കിടപ്പുണ്ട്. അതിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കോടതിയിൽ സാധാരണ എത്തുമ്പോൾ ഒരു ചടങ്ങുണ്ടല്ലോ, ഈ പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കൂലേ? അത് ആദ്യത്തെ ദിവസമൊന്നും ചോദിക്കില്ല. അത് നമ്മളവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അത് നോക്കിയിട്ട് റിമാൻഡ് കാലാവധി വിടും. അത് കഴിഞ്ഞും വിടും. പിന്നെ ഈ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നത് 2 മാസമൊക്കെ കഴിഞ്ഞാൽ. അന്ന് എൻ്റെ പിന്നെ എനിക്ക് വേണ്ടി പാർട്ടിയാണ് ഈ ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പാട് ചെയ്തത്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് PG തമ്പി, അദ്ദേഹമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഹാജരായത്. അപ്പോൾ അതിനു മുമ്പ് ഈ കുറ്റപത്രം വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു ജാമ്യാപേക്ഷ അദ്ദേഹം കൊടുത്തു. അപ്പോൾ ജാമ്യാപേക്ഷ കൊണ്ട് കോടതി തള്ളിക്കളഞ്ഞു. അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നെ ഈ നമ്മുടെ വക്കീലിനോട് അദ്ദേഹം പറഞ്ഞത്, സാറേ എനിക്ക് എൻ്റെ ചോറ് നോക്കണ്ട, ഈ മജിസ്ട്രേറ്റ് പറഞ്ഞതാണ്. അത്ര ഭയപ്പാടായിരുന്നു മജിസ്ട്രേറ്റന്മാർക്ക് പോലും. അത് കരുണാകരനല്ലേ ഇവിടെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിന് ഭയമാണ്. അതുകൊണ്ട് കോടതി ജാമ്യം നിഷേധിച്ച് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാണ് കുറ്റപത്രം ഇത് വായിക്കുന്നത്. ഇന്ന കുറ്റം ചെയ്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളുണ്ട്. ഈ അച്യുതാനന്ദൻ പത്രാധിപരാണെങ്കിൽ അദ്ദേഹം പിന്നെ കോടതിയിൽ അദ്ദേഹം ജയിലിൽ മിസ്സേ കിടക്കുക. പിന്നെ PK കുഞ്ഞച്ചൻ MP അദ്ദേഹം അബ്സ്കൗണ്ടിങ് എന്നാണ് അതിനകത്ത്, അതായത് ഒളിവിലായിരുന്നു. അദ്ദേഹം പിടികൊടുത്തിട്ടില്ല. കൂട്ടുപ്രതി ഒരാളുണ്ടായിരുന്നു. ഈ മാസിക അച്ചടിച്ച ഒരു പാവം വയസ്സൻ പിന്നെ ഭാസ്കരൻ നായർ, ഭാസ്കരരാജൻ പ്രസ്സിൽ ഇതാകുമാരൻ കൊണ്ട് കൊടുക്കുന്ന അദ്ദേഹം അച്ചടിച്ച് കൊടുക്കുന്നുള്ളൂ. അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് പിടിച്ച് അകത്താക്കി. അദ്ദേഹം വരച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നെ വെറുതെ ഞാൻ മാപ്പ് പറയുന്നു. അദ്ദേഹത്തെ കടന്നിടത്തോളം ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് കോടതി വിട്ടു. ഞാൻ കുറ്റം സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ ഓർക്കുമ്പോൾ അന്നൊക്കെ അങ്ങനെ പറയാൻ തോന്നുന്നു. പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അങ്ങനെ പറയാൻ തോന്നുന്നു. കോടതിയുടെ മുഖത്ത് നോക്കി കോടതി അവിടെ നിന്ന് ഇങ്ങനെ കണ്ണും തുറിച്ചിരിക്കുക. അല്ലാതെ എന്ത് തോന്നലിന്നായിരുന്നു? അടിയന്തരാവസ്ഥ എത്ര കാലം നീണ്ടു നിൽക്കും എന്നൊന്നും ഒരു ധാരണയുണ്ടായിരുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ജോലി നഷ്ടപ്പെടും, എന്ത് ധൈര്യത്തിലാണ്? അതിന് മുമ്പ് ഞാൻ ഒരു വളരെ ചെറുപ്പകാലം മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് വളർന്നു വന്നവനാണ്. KSYFൻ്റെ രൂപീകരിച്ച കാലത്ത് ഞാൻ അതിൻ്റെ മാവേലിക്കര താലൂക്കിൻ്റെ സെക്രട്ടറി ആയിട്ടും ആലപ്പുഴ ജില്ലാ യൂണിയൻ സെക്രട്ടറി ആയിരിക്കും ഒക്കെ ഇങ്ങനെ വളർന്ന് കുറേ കാലം ഞാൻ അത് കഴിഞ്ഞ് കുറേ കാലം ദേശാഭിമാനിയിൽ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ EMS അതുപോലുള്ള AKG അതുപോലുള്ള ഉന്നതന്മാരെ കാണുകയും അവരിൽ നിന്ന് കിട്ടിയ ആത്മവീര്യം അതൊരു വലിയ ആത്മവീര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട്
മരിക്കുവോ അല്ലെങ്കിൽ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരുമൊന്നുമില്ല. ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന വാടക വീട്ടിൽ കിടക്കുന്ന ഭാര്യയും 3 മാസവും 3 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുമായിരിക്കും. പക്ഷേ ഭാര്യയ്ക്ക് ജോലിയുള്ളത് കൊണ്ട് ഒരു പട്ടിണി കിടക്കത്തില്ലെന്നറിയാം. അങ്ങനെ പറഞ്ഞു, നിഷേധിച്ചു, ചെയ്തിട്ടില്ല. ഈ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ വിട്ടയക്കും എന്നൊരു ഓഫർ മാഷ്ക്ക് മുന്നിൽ വന്നിരുന്നു എന്നും മാഷ് അത് നിരസിച്ചു എന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മാപ്പ് എഴുതി കൊടുത്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആത്മാഭിമാനത്തിന് അത് ചേരുന്നതല്ല. അങ്ങനെ ഞാനൊന്ന് മാപ്പ് എഴുതി പുറത്ത് വന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കേരള ജീവിക്കാരെന്നെ എവിടെ വിളിച്ചിരുത്തുമോ? ഇയാളെന്നെ മാപ്പ് എഴുതി കൊടുത്ത് പോകുന്നതെന്ന് പറയത്തില്ലേ? മാപ്പൊന്നും എഴുതി കൊടുക്കത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും ആരോടും മാപ്പ് പറയത്തില്ല. മാപ്പ് പറയേണ്ട തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഇനിയും ഇല്ല. ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഞാനതിനെ എതിർക്കാൻ തീരുമാനിച്ചു. മരണമാണ് വരുന്നതെങ്കിൽ എതിർക്കുക, അത്രയേ ഉള്ളൂ.